ഈ വി ഡി സതീശൻ എന്ന ഒരു യു ഡി എഫിനെ നയിച്ച പ്രതിപക്ഷ നേതാവിന് ഒരു വ്യക്തിപരമായ വോട്ട് കേരളത്തിലുടനീളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പൊന്നാനിയിൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. വി ഡി സതീശന് മഞ്ചേശ്വരദിന്ത പാറശാല വരെ അദ്ദേഹത്തിനൊരു വോട്ടുണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ യു ഡി എഫിനെ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ കോട്ടയെന്ന് വിശേഷണമുള്ള പൊന്നാനിയിൽ അട്ടിമറി വിജയം നേടിയ കെ പി നൗഷാദ് അലി റിപ്പോർട്ടറൊപ്പം ചേരുകയാണ്. പൊന്നാനിയിലെ മിന്നും വിജയമാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു 2.5 വർഷത്തോളമായിട്ട് വ്യത്യസ്ത ജനസമൂഹങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ നിരന്തരമായി നടത്തിപ്പോന്നിരുന്നു. അതിൻ്റെ ഒരു സഹായം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായിട്ട് പൊതുവെയുള്ളൊരു ഭരണവിരുദ്ധതയും കേരളം ഉടനീളം ചിന്തിച്ചതിന് ആനുപാതികമായിട്ടും പൊന്നാനിയും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ യു ഡി എഫ് വളരെ കെട്ടുറപ്പോടുകൂടി അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു. തീർച്ചയായിട്ടും അതിനകത്തൊരു പൊന്നാനി ഒരു തരംഗത്തിന് വിപരീതമായി ചിന്തിക്കുന്നൊരു പ്രദേശമാണ്. കാരണം കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ യു ഡി എഫ് തരംഗമുണ്ടാകുമ്പോഴും 3-2 ഭൂരിപക്ഷത്തോടുകൂടി പൊന്നാനി മുനിസിപ്പാലിറ്റി CPM ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത്. ഘടകകക്ഷികൾക്കൊന്നും സീറ്റില്ല. അതുപോലെ തന്നെ 4200 വോട്ടിലധികം ഭൂരിപക്ഷം CPM അവിടെ നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9000-ത്തിലധികം ഭൂരിപക്ഷം പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നിന്നുണ്ടായിരുന്നു. ആ മുനിസിപ്പാലിറ്റി നമ്മൾ 1700 വോട്ടുകൾക്കടുത്ത് ലീഡ് ചെയ്യാൻ നമുക്ക് കൈവന്നു. തീർച്ചയായിട്ടും അതൊരു വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. അത് പൊന്നാനി മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പൊതുവെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണങ്ങളുണ്ടായിരുന്നു. അത് എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള പ്രചാരണമാണ് കൃത്യമായി അത് റിസൾട്ട് ഉണ്ടാക്കിയത്? ആരാണ് നയിച്ചത് പ്രചാരണം? സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആർക്കാണ്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാവി കേരളത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു അജണ്ട മുന്നോട്ട് വച്ചിട്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് കൃത്യമായി വികസന അജണ്ടയായിരുന്നു. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു. കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് നിലനിർത്തേണ്ട അജണ്ടയായിരുന്നു. അങ്ങനെ ഒരു സമ്പൂർണ്ണ അജണ്ട യു ഡി എഫിനുണ്ടായിരുന്നു. സാധാരണഗതിയിൽ LDF ഒക്കെയാണ് ഈ അജണ്ടയുടെ വക്താക്കളായിട്ട് മുന്നോട്ട് വരാറ് എല്ലാ കാലത്തും. പക്ഷേ LDFന് നിഷ്പ്രഭമാക്കുന്ന ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞു. അതിൽ ഞാൻ പ്രത്യേകം ആലോചിക്കുന്നത് വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം പോലെയുള്ള അവശ്യ മേഖലകളിൽ മാസങ്ങൾ നീണ്ട സബ്ജക്റ്റ് എക്സ്പെർട്സുമൊക്കെ ആയിട്ടുള്ള കൂടിയാലോചനകളും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള വിനിമയങ്ങളുമൊക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ബദൽ രേഖ നാളത്തെ കേരളം ഈ മേഖലയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. അതിന് വലിയ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിഷ്പക്ഷ പൊതുബോധം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് യു ഡി എഫിന് അനുകൂലമായി ഉരുത്തിരിയുന്നതിൽ അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അതിന് സംഘപരിവാറുകാരനായാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മതേതര ബോധം അവരെയൊക്കെ സ്വാധീനിക്കും മലയാളിയാവുമ്പോൾ. അത് തീർച്ചയായിട്ടും ആ മതേതര ബോധ്യത്തിന് അടിവരയിടുന്ന ശക്തമായ നിലപാടുകൾ യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ വി ഡി സതീശൻ മുന്നിൽ നിന്ന് നടത്തിയത് വളരെ വലിയ അനുകൂല ഗുണഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വി ഡി സതീശൻ എന്ന ഒരു യു ഡി എഫിനെ നയിച്ച പ്രതിപക്ഷ നേതാവിന് ഒരു വ്യക്തിപരമായ വോട്ട് കേരളത്തിലുടനീളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പൊന്നാനിയിൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അപ്പം വി ഡി സതീശൻ്റെ ആ ഒരു ലീഡർഷിപ്പിന് കൂടി കിട്ടിയ അംഗീകാരമായിട്ടാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഞാനതിനകത്ത് ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകളൊക്കെ അന്തരീക്ഷത്തിലുള്ള സമയമാണ്. ഞാൻ അതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി പറയല്ല. നിങ്ങൾ എന്നൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചു വന്നൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വിലയിരുത്തൽ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. വി ഡി സതീശന് മഞ്ചേശ്വരദിന്ത പാറശാല വരെ അദ്ദേഹത്തിനൊരു വോട്ടുണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ യു ഡി എഫിനെ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രി ചർച്ച സജീവമാണ്. മന്ത്രിസഭയടക്കം ആലോചനകൾ നടക്കുന്നുണ്ട്. നിരീക്ഷകർ ഇങ്ങോട്ടേക്ക് ഇന്ന് രാത്രിയോടെ എത്തുകയും ചെയ്യും. ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും നമുക്കൊക്കെ മനസ്സിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ നിലപാടും അഭിപ്രായമൊക്കെ ഉണ്ട്. അതൊക്കെ പാർട്ടി വേദികളിൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ പ്രകടിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു പരസ്യ ചർച്ചയാക്കി അതിലൊരു ഭാഗമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിജയവുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ചോദിച്ചത് ഞാൻ വ്യക്തമാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. ഈ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കും എന്നാണോ പ്രതീക്ഷിക്കുന്നത്?
അല്ല, അതിനകത്ത് ഞാൻ അത്തരം അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടും അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ സമീപിക്കും എന്നുള്ളതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ അതിൻ്റെ വിനിമയങ്ങൾ അതിൻ്റെ മുറക്ക് നടക്കട്ടെ എന്ന് കരുതുകയാണ്. ഇതിനകത്ത് ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഞാനൊരു ചരിത്രം പറയുന്നത്, ഈ 1969 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ പൊളിച്ച്, അല്ലെങ്കിൽ ആ മുന്നണി ബന്ധം CPM ആയിട്ട് അവസാനിച്ച് മുസ്ലിം ലീഗ് ഇറങ്ങിപ്പോരുമ്പോൾ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് ബാഫഖി തങ്ങൾ മുൻകൈയെടുത്തിട്ടായിരുന്നു അന്ന് C അച്യുതമേനോൻ 69 മുഖ്യമന്ത്രിയാവുന്നത്. 1970 കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് CPI മത്സരിക്കുമ്പോഴും CPI രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. അപ്പോഴും C അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നുണ്ട്. അതൊക്കെ ബാഫഖി തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ഒക്കെ ഒരു ഇടപെടൽ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ സമചിത്തതയോടുകൂടി സമീപിച്ചതിൻ്റെയൊക്കെ വലിയ തെളിവാണ്. അത്തരത്തിലൊക്കെ ആ പാണക്കാട് കുടുംബമൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യമൊക്കെ കേരള രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രചാരണങ്ങൾ, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു വോട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയാണ് നിയുക്ത MLA നൗഷാദ് അലി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തിനൊപ്പം റിപ്പോർട്ടർ R. ഷിപ്പാൽ, റിപ്പോർട്ടർ തിരുവനന്തപുരം.